ലോകത്തിലെ ഏറ്റവും അപൂർവമായ വെസ്റ്റേൺ ഗട്ട്സിലെ ഗാലക്സി ഫ്രോഗ്സ് തവളകളിൽപ്പെട്ട 7 മരിച്ചതായി കരുതപ്പെടുന്നതായി ഒരു പഠനം പറയുന്നു. ഇവയുടെ ഇല്ലായ്മയ്ക്ക് ഫോട്ടോ ടൂറിസം വർദ്ധിച്ചതാണ് കാരണമെന്ന് പഠനം കുറ്റപ്പെടുത്തുന്നു. 2020 ഇന്ത്യയിലെ പശ്ചിമഘട്ടത്തിലെ ഒരു ഗവേഷക സംഘം വനതലത്തിൽ ലോകങ്ങൾക്കിടയിൽ 7ഓളം ഗാലക്സി തവളകൾ ജീവിക്കുന്നതായിട്ട് കണ്ടെത്തി. എന്നാൽ 2021 2022 നടത്തിയ തുടർന്നുള്ള പല സന്ദർശനങ്ങളിൽ ഗവേഷകർ തകർന്ന ആവാസ വ്യവസ്ഥയാണ് കണ്ടത്. ലണ്ടനിലെ ഗ്ലോബൽ കൺസർവേഷൻ ചാരിറ്റി സുവോളജിക്കൽ സൊസൈറ്റി ഓഫ് ലണ്ടൻ നടത്തിയ പഠനത്തിൽ പറയുന്നതനുസരിച്ച് ഫോട്ടോഗ്രാഫി ടൂറിസം ആവാസ വ്യവസ്ഥ സംരക്ഷണ ശ്രമങ്ങൾക്ക് നികരമായിട്ടുള്ള വരുമാനവും പിന്തുണയും നൽകുന്നുണ്ടെങ്കിലും ഇത്രയും പ്രധാനപ്പെട്ട സവിശേഷ ജീവികളിൽ കുറഞ്ഞ പ്രഭാവം മാത്രം ഉണ്ടാകുന്ന വിധത്തിൽ നിയന്ത്രിതമായിട്ട് നടത്തേണ്ടതാണ്. പഠനപ്രകാരം നിരവധി ഫോട്ടോഗ്രാഫർമാർ ഇവയുടെ ആവാസ വ്യവസ്ഥയിലേക്ക് എത്തുകയും ഇതുവഴി ഗുരുതരമായിട്ടുള്ള ഇടപെടലുകളും പെരുമാറ്റ മാറ്റങ്ങളും ഉണ്ടാക്കുകയും ചെയ്തു. ഇതിന്റെ ഫലമായിട്ട് ഭക്ഷണം കണ്ടെത്തുന്നതിലും പ്രജനന വിജയത്തിലും തടസ്സങ്ങൾ ഉണ്ടായിരിക്കാമെന്നും ഇതിനാലാണ് 7 ഗാലക്സി തവളകളടങ്ങിയ ഈ സംഘം അപ്രത്യക്ഷമായെന്നാണ് പഠനം. ഇവയെല്ലാം തന്നെ മരിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നും പഠനം വ്യക്തമാക്കുന്നു. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു ന്യൂസാണ് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിലെ ഗാലക്സി ഫ്രോഗ്സിനെ പറ്റി. ഇന്നത്തെ വീഡിയോയിൽ വെസ്റ്റേൺ ഗട്ട്സിലെ ഗാലക്സി ഫ്രോഗ്സിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളാണ്. ഈ ഗാലക്സി തവളകളുടെ അടിസ്ഥാനപരമായിട്ട് തിരിച്ചറിയാൻ എങ്ങനെ സാധിക്കും, അല്ലെങ്കിൽ ബേസിക് ഐഡൻറ്റിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയിലെ പശ്ചിമഘട്ടത്തിലെ ഈർപ്പമുള്ള വനങ്ങളിൽ കാണപ്പെട്ട അപൂർവമായിട്ടുള്ള ചെറുതവളകളാണ് ഗാലക്സി തവളകൾ. ഇവയുടെ അപൂർവമായിട്ടുള്ള നിറപ്പാറ്റേണും രഹസ്യ ജീവിത ശൈലിയുമാണ് ഇവയെ മറ്റ് തവളകളിൽ നിന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നത്. ശാസ്ത്രീയ പഠനങ്ങൾക്ക് പോലും വെല്ലുവിളിയായ ഈ ജീവികളെ തിരിച്ചറിയാൻ ചില അടിസ്ഥാനപരമായിട്ടുള്ള സവിശേഷതകൾ മനസ്സിലാക്കേണ്ടതാണ്. ഗാലക്സി തവളകൾ മൈക്രോ ഹൈലിയുടെ കുടുംബത്തിൽപ്പെടുന്ന ചെറു വലിപ്പമുള്ള തവളകളാണ്. സാധാരണയായിട്ട് മണ്ണിനടിയിലും ഇലക്കൂട്ടങ്ങൾക്കിടയിലും ആണ് ഇവ ജീവിക്കുന്നത്. ഗാലക്സി തവളകളുടെ തിരിച്ചറിയലിലെ ഏറ്റവും എളുപ്പമുള്ള ഘട്ടങ്ങളിൽ ഒന്നാണ് അവയുടെ ചെറുവലിപ്പം. സാധാരണയായിട്ട് 2 മുതൽ 3 സെന്റിമീറ്റർ നീളം മാത്രമാണ് ഇവയ്ക്ക്. ശരീരം വട്ടാകൃതിയിലും ചുരുങ്ങിയതുമാണ്. കഴുത്ത് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ കഴിയുകയില്ല. ഈ ശരീരഘടന വനത്തറയിലെ ഇലക്കൂട്ടത്തിനടിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി ഇവയെ സഹായിക്കുന്നുണ്ട്. ഗാലക്സി തവളകളെ തിരിച്ചറിയാനുള്ള പ്രധാനമായിട്ടുള്ള അടയാളം എന്ന് പറയുന്നത് അവയുടെ നക്ഷത്ര സമാനമായിട്ടുള്ള പുള്ളി പാറ്റേണാണ്. ശരീരത്തിൻ്റെ അടിസ്ഥാന നിറം കറുപ്പ്, ഇരുണ്ട് തവിട്ട് അല്ലെങ്കിൽ ചാര നിറമൊക്കെ ആയിരിക്കും. ശരീരമാകെ പടർന്നു കിടക്കുന്ന വെളുത്തതോ നീല ചായയുള്ള ചെറു പുള്ളികൾ ഉണ്ടായിരിക്കും. ഈ പുള്ളികൾ രാത്രി ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ തോന്നിയാൽ തന്നെ ഇവയ്ക്ക് ഗാലക്സി എന്ന പേര് ലഭിച്ചു. ചർമ്മം മൃദുവും ഈർപ്പമുള്ളതുമാണ്. ചില ഇനങ്ങളിൽ ചെറുതായി ഡ്രാനുലാർ ഘടനയും കാണാം. തിളങ്ങുന്ന നിറമില്ലാത്തതിനാൽ തന്നെ വനത്തറയിലെ പശ്ചാത്തലത്തിൽ തിരിച്ചറിയാൻ കഴിയാറില്ല. കണ്ണുകൾ ചെറുതും പുറം തള്ളിയതുമല്ലാത്തതുമാണ്. കണ്ണുകൾക്ക് സാധാരണയായിട്ട് ഇരുണ്ട നിറമായിരിക്കും. തല ശരീരത്തോട് ചേർന്ന് ചെറുതായിട്ട് കാണപ്പെടുന്നു. ഈ സവിശേഷതകൾ ഇവയുടെ ഭൂജീവിതത്തിന് അനുയോജ്യമാണ്. കാലുകൾ ചെറുതും ശക്തവുമായിരിക്കും. വലിയ ചാടലുകൾക്കായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതല്ല. ഇഴഞ്ഞു നീങ്ങുന്ന ചലനശേഷിയായിരിക്കും ഇവയ്ക്ക് കൂടുതൽ. വിരലുകളിലെ വെബ് വളരെ കുറവോ ഇല്ലാത്തതുമായിരിക്കും. ഇത് ഇവ ജലജീവികളല്ലെന്നതിൻ്റെ സൂചനകളാണ്. ഗാലക്സി തവളകളെ കാഴ്ചയിലൂടെ മാത്രം തിരിച്ചറിയാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. പ്രജനനകാലത്ത് ആൺതവളകൾ പുറപ്പെടുവിക്കുന്ന മൃദുവായിട്ടുള്ള ഉയർന്ന ഫ്രീക്വൻസി ശബ്ദങ്ങൾ തിരിച്ചറിയലിന് സഹായകരമാണ്. സാധാരണയായിട്ട് രാത്രി സജീവ ജീവികളായതിനാൽ തന്നെ പകൽ സമയങ്ങളിൽ അപൂർവമായിട്ടായിരിക്കും ഇവയെ കാണപ്പെടുന്നത്. മറ്റു തവളകളിൽ നിന്ന് വേർതിരിക്കാനുള്ള അടയാളങ്ങളെപ്പറ്റി നോക്കുകയാണെങ്കിൽ അത്യന്തം ചെറുവലിപ്പം, നക്ഷത്ര സമാനമായിട്ടുള്ള പുള്ളി പാറ്റേൺ, വനത്തോട് ചേർന്ന രഹസ്യ ജീവിതം, ജലാശയങ്ങളിൽ നിന്ന് അകലെയുള്ള സാന്നിധ്യം, ഈ ഘടകങ്ങളുടെ സംയോജനമാണ് ഗാലക്സി തവളകളെ മറ്റു ചെറുതവളകളിൽ നിന്ന് വ്യക്തമായിട്ട് വേർതിരിക്കുന്നത്. സംഗ്രഹമായി പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമഘട്ടത്തിലെ ഗാലക്സി തവളകളുടെ അടിസ്ഥാനപരമായിട്ട് തിരിച്ചറിയാൻ അവയുടെ ചെറുവലുപ്പം, പ്രത്യേക പുള്ളി പാറ്റേൺ, ചർമ്മ സ്വഭാവം, ചലനശൈലി, രഹസ്യ ജീവിതം എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളവയാണ്. ഈ സൂക്ഷ്മ സവിശേഷതകൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ അപൂർവ ജീവിയെ വനത്തറയിലെ മറ്റ് ജീവികളിൽ നിന്ന് തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്നുള്ളൂ. ഇനി ഇവയുടെ ആവാസ വ്യവസ്ഥയെ പറ്റി നോക്കാം. ഇന്ത്യയിലെ പശ്ചിമഘട്ടം ലോകത്തിലെ തന്നെ ഏറ്റവും സമൃദ്ധമായിട്ടുള്ള ജൈവ വൈവിധ്യ മേഖലകളിലൊന്നാണ്. ഈ മലനിരകളിലെ ഈർപ്പമുള്ള വനങ്ങളിൽ കണ്ടെത്തപ്പെട്ട അപൂർവവും ചെറുതുമായിട്ടുള്ള ആംബിബിയന്മാരിൽ ഏറെ ശ്രദ്ധേയമായവയാണ് ഗാലക്സി തവളകൾ. മൈക്രോ ഹൈലിയുടെ കുടുംബത്തിൽപ്പെടുന്ന ഇവയുടെ ആവാസ വ്യവസ്ഥ വളരെ പ്രത്യേകതയുള്ളതും അത്യന്തം സൂക്ഷ്മവുമായതാണ്. ഗാലക്സി തവളകൾ സാധാരണയായിട്ട് പശ്ചിമഘട്ടത്തിലെ മധ്യവും തെക്കൻ ഭാഗങ്ങളിൽ നിന്നുള്ള കുന്നിൻ പ്രദേശങ്ങളിലാണ് കണ്ടെത്തപ്പെട്ടിട്ടുള്ളത്. ഇവ കൂടുതലായിട്ട് 500 മുതൽ 1200 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളാണ് ജീവിക്കുന്നത്.
കുത്തനെ ഉയർന്ന മലഞ്ചെരിവുകൾ, ചെറു നീർച്ചാലുകൾ, താഴ്വരകൾ എന്നിവ ചേർന്ന സങ്കീർണമായിട്ടുള്ള ഭൂമിശാസ്ത്ര ഘടന ഇവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുകൂലമാണ്. ഇവ പ്രധാനമായിട്ടും എവർഗ്രീൻ, സെമി എവർഗ്രീൻ വനങ്ങളിലാണ് കാണപ്പെടുന്നത്. കനത്ത ഇലക്കൂട്ടം നിറഞ്ഞ വനത്തറ, ചീഞ്ഞു കിടക്കുന്ന ഇലകൾ, മരച്ചില്ലകൾ, ചീഞ്ഞ മരക്കഷണങ്ങൾ എന്നിവയിലാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള അഭയം. മണ്ണ് സാധാരണയായിട്ട് ഈർപ്പമുള്ളതും ജൈവ വസ്തുക്കൾ ധാരാളമുള്ളതുമായിരിക്കും. ഈർപ്പനില നിലനിർത്തുന്ന മണ്ണും ഇലക്കൂട്ടവും ഇവയുടെ ശരീരചർമ്മം വരണ്ടു പോകാതിരിക്കാൻ നിർണായകമാണ്. ഗാലക്സി തവളകൾക്ക് ഉയർന്ന ഈർപ്പനില അനിവാര്യമാണ്. പശ്ചിമഘട്ടത്തിലെ മൺസൂൺ കാലാവസ്ഥ ഇവയുടെ ആവാസ വ്യവസ്ഥയെ നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട്. വർഷത്തിൽ കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇവ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. മഴക്കാലത്ത് മണ്ണിനടിയിലെയും മരക്കഷ്ണങ്ങളുടെയും അടിയിലെ ഈർപ്പം വർദ്ധിക്കുന്നതിലൂടെ ഇവ കൂടുതൽ സജീവമാകുന്നു. ഗാലക്സി തവളകൾ വലിയ ജലാശയങ്ങളോട് ചേർന്ന് ജീവിക്കുന്നവയല്ല, പകരം ചെറുതും മറഞ്ഞതുമായിട്ടുള്ള മൈക്രോ ആവാസ വ്യവസ്ഥയിലാണ് കഴിയുന്നത്. ചീഞ്ഞ മരക്കഷ്ണങ്ങളുടെ അടിയിൽ, കട്ടിയുള്ള ഇലക്കൂട്ടങ്ങളുടെ അടിയിൽ, മണ്ണിനടിയിലെ ചെറിയ പുളികളിൽ, വനത്തറയിലെ ഈർപ്പമുള്ള കുഴികളിൽ, ഇത്തരത്തിലുള്ള ഇടങ്ങളിൽ ഇവയ്ക്ക് ശത്രുക്കളിൽ നിന്നും സംരക്ഷണവും ആവശ്യമായിട്ടുള്ള ഊർജ്ജവും നൽകുന്നു. ഗാലക്സി തവളകളുടെ ആവാസ വ്യവസ്ഥ ഇന്ന് വലിയ ഭീഷണിയിലാണ്. വനനശീകരണം, റോഡ് നിർമ്മാണം, തോട്ടവിളകൾ, ഖനനം, നിയന്ത്രിത ടൂറിസം എന്നിവ മൂലം വനത്തറയിലെ ഇലക്കൂട്ടവും ചീഞ്ഞ മരക്കഷ്ണങ്ങളും ഇല്ലാതാകുന്നു. ഒരിക്കൽ കണ്ടെത്തിയ ചില പ്രദേശങ്ങളിൽ പിന്നീട് നടത്തിയ സർവേകളിൽ ഇവയുടെ സാന്നിധ്യം കണ്ടെത്താനാകാത്തത് തന്നെ അവയുടെ ആവാസ വ്യവസ്ഥയുടെ നാശം എത്രത്തോളം ഗുരുതരമാണെന്ന് വ്യക്തമാക്കുന്നു. ഗാലക്സി തവളകൾ പോലുള്ള ചെറുജീവികൾ അവയുടെ ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യത്തിൻ്റെ സൂചനാജീവികൾ, അതായത് ഇൻഡിക്കേറ്റർ സ്പീഷീസ് ആണ്. വനത്തറയുടെ സ്വാഭാവിക ഘടന സംരക്ഷിക്കുകയും ഇലക്കൂട്ടം നീക്കം ചെയ്യാതെയും വനമേഖലയിൽ മനുഷ്യ ഇടപെടൽ നിയന്ത്രിക്കുന്നതൊക്കെയാണ് ഇവയുടെ നിലനിൽപ്പിന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ പശ്ചിമഘട്ടത്തിലെ ഗാലക്സി തവളകളുടെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് വെറും ഒരു വനമല്ല, മറിച്ച് ഈർപ്പമുള്ള മണ്ണ്, ഇലക്കൂട്ടം, ചീഞ്ഞ മരക്കഷണങ്ങൾ, മൺസൂൺ മഴ എന്നിവ ചേർന്ന ഒരു സൂക്ഷ്മവും സമതുലീനവുമായിട്ടുള്ള പരിസ്ഥിതിയാണ്. ഈ ആവാസ വ്യവസ്ഥ നശിച്ചാൽ തന്നെ ഈ അപൂർവ ജീവികളും അതോടൊപ്പം ഇല്ലാതാകുമെന്ന് മറക്കരുത്. ഇനി ഇവിടെ ശാരീരിക സവിശേഷതകളെ പറ്റി കൂടുതലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യയിലെ പശ്ചിമഘട്ടത്തിലെ ഈർപ്പമുള്ള വനങ്ങളിൽ കണ്ടെത്തപ്പെട്ട ഗാലക്സി തവളകൾ അവയുടെ അപൂർവമായിട്ടുള്ള ശാരീരിക ഘടനയും സൂക്ഷ്മമായിട്ടുള്ള ശരീര ലക്ഷണങ്ങളും കൊണ്ടാണ് ശാസ്ത്രലോകത്തിന് ശ്രദ്ധ പിടിച്ചു പറ്റിയത്. ഇവ മൈക്രോ ഹൈലിയുടെ കുടുംബത്തിൽപ്പെട്ട ചെറിയ ആംബിബിയന്മാരാണ്. വനത്തിറയിലെ രഹസ്യ ജീവിതത്തിനും മറഞ്ഞു കിടക്കുന്ന സ്വഭാവത്തിനും അനുയോജ്യമായവയാണ് ഇവയുടെ ശരീരഘടന. ഗാലക്സി തവളകൾ വളരെ ചെറു വലിപ്പമുള്ള തവളകളാണ്. സാധാരണയായിട്ട് ഇവയുടെ നീളം 2 മുതൽ 3 സെൻറ്റിമീറ്റർ വരെ മാത്രമേ ഉണ്ടാവൂ. ശരീരം ചുരുങ്ങിയതും വട്ടാകൃതിയിലുമാണ്. ഇത് മണ്ണിനടിയിലെയും ഇലക്കൂട്ടങ്ങൾക്കിടയിലെയും എളുപ്പം കടക്കാൻ വേണ്ടി ഇവയെ സഹായിക്കുന്നുണ്ട്. തല ശരീരത്തോട് താരതമ്യേന ചെറുതും കഴുത്ത് വ്യക്തമായിട്ട് വേർതിരിക്കാൻ സാധിക്കാത്തവയാണ്. ഗാലക്സി തവളകളുടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സവിശേഷത അവയുടെ ചർമ്മ നിറവും പുള്ളികളുമാണ്. ശരീരത്തിൻ്റെ അടിസ്ഥാന നിറം സാധാരണയായിട്ട് ഇരുണ്ട്, തവിട്ട്, കറുപ്പ് അല്ലെങ്കിൽ ചാര നിറമൊക്കെ ആയിരിക്കും. ശരീരമാകെ പടർന്നു കിടക്കുന്ന വെളുത്തതോ നീല ചായയുള്ള ചെറുപുള്ളികൾ രാത്രികാലത്തിലെ നക്ഷത്രങ്ങളെ പോലെ തോന്നിയാൽ തന്നെ ഇവയ്ക്ക് ഗാലക്സി ഫ്രോഗ് എന്ന പേര് ലഭിച്ചത്. ഈ പുള്ളികൾ വനത്തറയിലെ ഇലകളും മണ്ണും നിറഞ്ഞ പശ്ചാത്തലത്തിൽ ഇവയെ മറഞ്ഞു നിൽക്കാൻ വേണ്ടി സഹായിക്കുന്നു, അതായത് ക്യാമഫ്ലോഗ് ആയിട്ട് സഹായിക്കുന്നുണ്ട്. ഇവയുടെ ചർമ്മം മൃദുവും ഈർപ്പമുള്ളതാണ്. ചില ഭാഗങ്ങൾ ചെറുതായി ഡ്രാനുലാർ ഘടന കാണാം. ആംബിബിയന്മാരായതിനാൽ തന്നെ ചർമ്മത്തിലൂടെയാണ് ഇവ ശ്വസിക്കുന്നത്. അതിനാൽ ഈർപ്പനില നിലനിർത്തുന്ന ചർമ്മഘടന അത്യന്തം പ്രധാനമാണ്. ചർമ്മത്തിലെ ഗ്രന്ഥികൾ ഈർപ്പം നിലനിർത്തുവാനും രോഗാണുക്കളിൽ നിന്ന് സംരക്ഷിക്കാനും സഹായിക്കുന്ന ചർമ്മങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഗാലക്സി തവളകളുടെ കണ്ണുകൾ ചെറുതും പുറന്തള്ളിയതല്ലാത്തതുമാണ്. സാധാരണയായിട്ട് കണ്ണുകൾക്ക് ഇരുണ്ട നിറം കാണപ്പെടുന്നു. വനത്തറയിലെ ഇരുട്ടും ഇലക്കൂട്ടവും നിറഞ്ഞ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നതിനാൽ തന്നെ കാഴ്ചയേക്കാൾ കൂടുതൽ സ്പർശനബോധവും കുലുക്കബോധവും, അതായത് വൈബ്രേറ്റിംഗ് സെൻസിങ് ഒക്കെയാണ് ഇവ ആശ്രയിക്കുന്നത്. ഇവയുടെ കാലുകൾ ചെറുതും ശക്തവുമായിരിക്കും. പിൻകാലുകൾ ചാടലിനേക്കാൾ കൂടുതൽ ഇഴഞ്ഞു നീങ്ങുവാൻ വേണ്ടിയും കുഴിയെടുക്കുവാനും വേണ്ടിയും അനുയോജ്യമാണ്. വിരലുകളിൽ വലിയ വെബ് സാധാരണയായിട്ട് കാണുന്നില്ല, കാരണം ഇവ ജലജീവിതത്തെക്കാൾ ഭൂപരമായിട്ടുള്ള ജീവിതത്തിനാണ് അനുയോജ്യം. ഈ ഘടന മണ്ണിനടിയിലും ഇലക്കൂട്ടങ്ങൾക്കിടയിലും വേഗത്തിൽ ഒളിച്ചു നിൽക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ആൺ പെൺ ഗാലക്സി തവളകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ വളരെ സൂക്ഷ്മമാണ്. ചില ഇനങ്ങളിൽ ആൺ തവളകൾ പെൺ തവളകൾ അല്പം ചെറുതായിരിക്കും. പ്രജനനകാലത്ത് ആൺ തവളകളുടെ ശബ്ദപ്പെട്ടി, അതായത് വോക്കൽ സാക്ക് അല്പം വ്യക്തമായിരിക്കും. ഇത് ശബ്ദമുണ്ടാകാൻ വേണ്ടി സഹായിക്കുന്നു. ഗാലക്സി തവളകളുടെ എല്ലാ ശാരീരിക സവിശേഷതയും പശ്ചിമഘട്ടത്തിന്റെ ഈർപ്പമുള്ള വനത്തറയിലെ ജീവിതത്തിന് അനുയോജ്യമാണ്. ചെറുവലിപ്പം, ഇരുണ്ട നിറം, പുള്ളി പാറ്റേൺ, ശക്തമായിട്ടുള്ള ചെറു കാലുകൾ എന്നിവ ഇവയെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാനും പരിമിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ ജീവിക്കാൻ വേണ്ടിയും സഹായിക്കുന്നുണ്ട്. സമഗ്രമായി
പശ്ചിമഘട്ടത്തിലെ ഗാലക്സി തവളകളുടെ ശാരീരിക സവിശേഷതകൾ അവയുടെ രഹസ്യ ജീവിത ശൈലിയും സൂക്ഷ്മമായിട്ടുള്ള ആവാസ വ്യവസ്ഥയും പ്രതിഫലിപ്പിക്കുന്നതാണ്. ഈ ചെറിയ ശരീരത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ അപൂർവ ഘടനകൾ തന്നെ ഇവയെ ലോകത്തിലെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള ആംബിയന്മാരിൽ ഒന്നാക്കി മാറ്റുന്നുണ്ട്. ഇനി ഇവിടെ ആഹാരക്രമത്തെപ്പറ്റി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പശ്ചിമഘട്ടത്തിലെ ഈർപ്പമുള്ള വനങ്ങളിൽ ജീവിക്കുന്ന ഗാലക്സി തവളകൾ അവയുടെ ചെറു വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ആഹാരക്രമമാണ് പിന്തുടരുന്നത്. മൈക്രോ ഹൈലിയുടെ കുടുംബത്തിൽപ്പെടുന്ന ഇവ കീടഭോജികളായിട്ടുള്ള ആംബിയന്മാരാണ്. വനത്തറയിലെ മൈക്രോ ആവാസവ്യവസ്ഥയിൽ ലഭ്യമായിട്ടുള്ള ചെറു ജീവികളാണ് ഇവയുടെ പ്രധാനമായിട്ടുള്ള ആഹാരം. ഗാലക്സി തവളകളുടെ ഭക്ഷണത്തിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുന്നത് ചെറിയ കീടങ്ങൾ, അതായത് ഉറുമ്പുകൾ, ചെറു വണ്ടുകൾ, ചെറു ഈച്ചകൾ തുടങ്ങിയവ, പിന്നെ ടെർമൈറ്റുകൾ, പ്രത്യേകിച്ച് മഴക്കാലത്ത് കൂടുതലായിട്ട് ഇവ ലഭ്യമാക്കുന്നു. പിന്നെ മൈറ്റ്സ്, സ്പ്രിംഗ് ടൈൽസ് പോലുള്ള സൂക്ഷ്മ ആർത്രോപോഡുകൾ, ഇലക്കൂട്ടത്തിനിടയിലെ ലാർവകൾ, ഇവയൊക്കെയാണ് ഇതിന്റെ ഭക്ഷണങ്ങൾ. ഇവയുടെ വായ് ചെറുതായതിനാൽ തന്നെ വളരെ ചെറിയ വലിപ്പമുള്ള ഇരകളെ മാത്രമാണ് ഇവ ഭക്ഷണമാക്കുന്നത്. ഗാലക്സി തവളകൾ സാധാരണയായിട്ട് രാത്രി സജീവികളാണ്. രാത്രി സമയങ്ങളിൽ പ്രത്യേകിച്ച് മഴയ്ക്ക് ശേഷം ഇവ കൂടുതൽ സജീവമായിട്ട് ഭക്ഷണം തേടുന്നു. ഇലക്കൂട്ടത്തിനടിയിലും ചീഞ്ഞ മരക്കഷ്ണങ്ങളുടെ ചുറ്റിലും പതുക്കിയിരിക്കുന്ന കീടങ്ങളെ ഇവ പെട്ടെന്ന് നാവ് നീട്ടി പിടിച്ചെടുക്കുന്നു. ഇവ അക്രമവേട്ടക്കാരല്ല, പകരം ശാന്തമായും ഊർജ്ജ സംരക്ഷണത്തോടെയും ഭക്ഷണം ശേഖരിക്കുന്നവയാണ്. ഗാലക്സി തവളകളുടെ ആഹാരക്രമം അവയുടെ ആവാസ വ്യവസ്ഥയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വനത്തറയിലെ ഇലക്കൂട്ടവും ചീഞ്ഞ മരക്കഷ്ണവും നിലനിൽക്കുമ്പോഴാണ് ചെറു കീടങ്ങളുടെ സാന്നിധ്യം കൂടുന്നത്. അതുകൊണ്ട് തന്നെ വനത്തറ നശിക്കുകയും ഇലക്കൂട്ടം നീക്കം ചെയ്യപ്പെടുന്നതും ഇവയുടെ ഭക്ഷണ ലഭ്യത ഗുരുതരമായിട്ട് ബാധിക്കുന്നുണ്ട്. മൺസൂൺ മഴക്കാലത്ത് പശ്ചിമഘട്ടത്തിലെ ഈർപ്പനില വർദ്ധിപ്പിക്കുമ്പോൾ കീടങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. മണ്ണിനടിയിലുള്ള ജീവികൾ പുറത്തു വരുന്നു. ഈ സമയത്ത് ഗാലക്സി തവളകൾക്ക് സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ലഭിക്കുന്നത് ഇത് ഇവയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കും പ്രജനന പ്രവർത്തനങ്ങൾക്കുമൊക്കെ സഹായകരമാണ്. ഗാലക്സി തവളകൾ പോലുള്ള ചെറു തവളകൾ പരിസ്ഥിതിയിൽ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. കീടജനസംഖ്യ നിയന്ത്രിക്കൽ ഇവ സഹായിക്കുന്നുണ്ട്. വനത്തറയിലെ സൂക്ഷ്മ ഭക്ഷ്യ ശൃംഖല സുതാര്യമായിട്ട് നിലനിർത്തുന്നു. ഇവിടെ ഭക്ഷണക്രമം തകരുമ്പോൾ അതിന്റെ പ്രതികൂല ഫലങ്ങൾ മുഴുവൻ വനപരിസ്ഥിതിയും പ്രതിഫലിപ്പിക്കും. കീടങ്ങളുടെ ഉപയോഗം, വനനശീകരണം, ടൂറിസം മൂലമുള്ള മണ്ണിടിച്ചിലുകൾ എന്നിവ ചെറുകിടങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നു. ഇത് ഗാലക്സി തവളകളുടെ ആഹാര സുരക്ഷയെ നേരിട്ട് ബാധിക്കുകയും അവയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുകയും ചെയ്യുന്നുണ്ട്. സമഗ്രമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമഘട്ടത്തിലെ ഗാലക്സി തവളകളുടെ ആഹാരക്രമം ചെറുതും സൂക്ഷ്മമായിട്ടുള്ള കീടജീവിതത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. ഇലക്കൂട്ടം നിറഞ്ഞ ഈർപ്പമുള്ള വനത്തറ സംരക്ഷിക്കപ്പെടുമ്പോഴാണ് ഇവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ലഭിക്കുക. അതിനാൽ തന്നെ അവയുടെ ആഹാരക്രമം സംരക്ഷിക്കുന്നത് ഇവയുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിന് തുല്യം തന്നെയാണ്. ഇനി ഇവയുടെ പെരുമാറ്റ സവിശേഷതകളെപ്പറ്റി കൂടുതൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പശ്ചിമഘട്ടത്തിലെ ഈർപ്പമുള്ള വനങ്ങളിൽ ജീവിക്കുന്ന ഗാലക്സി തവളകൾ വളരെ രഹസ്യ സ്വഭാവമുള്ളതും ഇത് കുറച്ചു മാത്രം പഠിപ്പിക്കപ്പെട്ടതുമായിട്ടുള്ള ആംബിയന്മാരാണ്. ഇവയുടെ പെരുമാറ്റം അവയുടെ ചെറു വലിപ്പത്തിലും വനത്തറയിലെ മറഞ്ഞു നിൽക്കുന്ന ആവാസ വ്യവസ്ഥയ്ക്കും പൂർണ്ണമായിട്ടും അനുയോജ്യമാണ്. കാഴ്ചയ്ക്ക് അപൂർവമായിട്ട് മാത്രമേ ലഭിക്കുന്നുള്ളൂ എങ്കിലും ഇവയുടെ പെരുമാറ്റ ശൈലി വനപരിസ്ഥിതിയുടെ സൂക്ഷ്മതയെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഗാലക്സി തവളകൾ പ്രധാനമായിട്ടും രാത്രി സജീവ ജീവികളാണ്. പകൽ സമയം ഇവ ഇലക്കൂട്ടത്തിനടിയിലോ മണ്ണിനടിയിലോ ചീഞ്ഞ മരക്കഷ്ണങ്ങളുടെ അടിയിലോ ഒളിച്ചിരിക്കും. രാത്രിയിൽ പ്രത്യേകിച്ച് മഴയ്ക്ക് ശേഷം ഇവർ ഭക്ഷണം തേടുവാൻ വേണ്ടിയും സാമൂഹിക ഇടപെടലുകൾക്കുമൊക്കെയായി പുറത്തു വരുന്നുണ്ട്. ഈ രാത്രി സജീവത ഇവയെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുകയും ശരീരത്തിലെ ഊർജ്ജം നിലനിർത്തുവാൻ വേണ്ടിയും സഹായിക്കുന്നുണ്ട്. ഈ ഗാലക്സി തവളകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പെരുമാറ്റ സവിശേഷതയാണ് അവയുടെ ഒളിവ് ശീലം. അപകട സൂചന ലഭിക്കുമ്പോൾ ഇവ ചലനം നിർത്തി നിശ്ചലമാകുന്നു. ചിലപ്പോൾ മണ്ണിനടിയിൽ വേഗത്തിൽ കുഴിച്ചു കയറുകയും ചെയ്യുന്നുണ്ട്. ഇരുണ്ട നിറവും പുള്ളിപ്പാറ്റോണും ചേർന്ന് ഇവയെ വനത്തറയിൽ കണ്ടെത്താൻ പ്രയാസകരമാകുന്നു. ഇവ ശാന്തവും ഊർജ്ജ സംരക്ഷണപരവുമായിട്ടുള്ള ഒരു വേട്ടക്കാരനാണ്. ചെറുകീടങ്ങൾ അടുത്തെത്തുമ്പോൾ മാത്രമാണ് ഇവ നാവ് നീട്ടിയിര പിടിക്കുന്നത്. അനാവശ്യമായി ചാടുകയോ പിന്തുടരുകയോ ചെയ്യാറില്ല. ഇത്തരത്തിലുള്ള പെരുമാറ്റം പരിമിതമായിട്ടുള്ള ഊർജ്ജം കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഇവയെ സഹായിക്കുന്നുണ്ട്. ഗാലക്സി തവളകൾ ഒറ്റപ്പെട്ട ജീവിതശൈലി പിന്തുടരുന്നവയാണ്. സാധാരണയായിട്ട് ഓരോ തവളയും സ്വയം ചെറിയ പ്രദേശമാണ് സജീവം. പ്രജനനകാലത്ത് മാത്രമാണ് ഒന്നിലധികം വ്യക്തികൾ അടുത്തടുത്തായിട്ട് കാണപ്പെടുന്നത്. ഇത് ഭക്ഷണത്തിനായുള്ള മത്സരവും ഏറ്റുമുട്ടലും കുറയ്ക്കുന്നുണ്ട്. പ്രജനനകാലത്ത് ആൺ ഗാലക്സി തവളകൾ മൃദുവായെങ്കിലും ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. ഈ ശബ്ദങ്ങൾ സാധാരണയായിട്ട് ഇലക്കൂട്ടത്തിനടിയിൽ നിന്നോ മണ്ണിനടിയിൽ നിന്നോ ആണ് കേൾക്കുന്നത്. ശബ്ദം ഉപയോഗിച്ചു ആൺ തവളകൾ പെൺതവളകളെ ആകർഷിക്കുകയും തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഗാലക്സി തവളകളുടെ പെരുമാറ്റം മൺസൂൺ മഴയുമായിട്ട് ശക്തമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മഴക്കാലത്ത് ഇവയുടെ സജീവത വളരെ കൂടുതലായിരിക്കും. ഈർപ്പനില ഉയരുമ്പോൾ ഭക്ഷണ ലഭ്യതയും പ്രജനന സാധ്യതയും വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവ മഴയുടെ ദിനചര്യയുടെ പ്രധാനമായിട്ടുള്ള നിയന്ത്രണ ഘടകമാണ്.
മനുഷ്യ ഇടപെടലുകളോ ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങളോ സംഭവിക്കുമ്പോൾ ഇവ കൂടുതൽ ആഴത്തിൽ ഒളിച്ചിരിക്കും. ശബ്ദപ്രവർത്തനങ്ങൾ കുറയും. ചില പ്രദേശങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമാവുകയും ചെയ്യാം. ഇത് ഇവയുടെ സൂക്ഷ്മ പരിസ്ഥിതിയോടുള്ള അതീവ ആശ്രയത്വം വ്യക്തമാക്കുന്നുണ്ട്. ഗാലക്സി തവളകളുടെ എല്ലാ പെരുമാറ്റ സവിശേഷതകളും പശ്ചിമഘട്ടത്തിലെ വനത്തറയിലെ ജീവിതത്തിന് അനുയോജ്യമാണ്. രാത്രി സജീവത, ഒളിവ് ശീലം, കുറഞ്ഞ ഊർജ്ജ ഉപയോഗം, മഴയെ ആശ്രയിച്ച സജീവത ഇവയെല്ലാം ചേർന്ന് ഈ അപൂർവ ജീവികളെ അവരുടെ പരിസ്ഥിതിയിൽ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. സമഗ്രമായി പറഞ്ഞാൽ പശ്ചിമഘട്ടത്തിലെ ഗാലക്സി തവളകളുടെ പെരുമാറ്റം അവയുടെ ചെറുവലിപ്പവും സൂക്ഷ്മ ആവാസ വ്യവസ്ഥയും പ്രതിഫലിപ്പിക്കുന്നതാണ്. ശാന്തവും മറഞ്ഞു നിൽക്കുന്നതുമായിട്ടുള്ള ഈ പെരുമാറ്റമാണ് ഇവ വനത്തിലെ ഏറ്റവും രഹസ്യ സ്വഭാവവും കൗതുകവുമായിട്ടുള്ള ആംബിയന്മാരിൽ ഒന്നാക്കി മാറ്റുന്നത്. ഇനി ഇവിടെ പ്രജനനവുമായിട്ട് ബന്ധപ്പെട്ട റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പശ്ചിമഘട്ടത്തിലെ ഈർപ്പമുള്ള വനങ്ങളിൽ ജീവിക്കുന്ന ഗാലക്സി തവളകൾ അവയുടെ രഹസ്യ ജീവിതശൈലി പോലെ തന്നെ കുറച്ചു മാത്രം പഠിപ്പിക്കപ്പെട്ടതുമായിട്ടുള്ള പ്രജനന രീതിയാണ് പിന്തുടരുന്നത്. ചെറുവലുപ്പവും ഭൂജീവിതവുമായിട്ടുള്ള ഈ തവളകളുടെ പ്രജനനം മൺസൂൺ കാലാവസ്ഥയോടും വനത്തറയിലെ മൈക്രോ ആവാസ വ്യവസ്ഥയോടും അടുക്കി പിണഞ്ഞതാണ്. ഗാലക്സി തവളകളുടെ പ്രജനനകാലം സാധാരണയായിട്ട് മൺസൂൺ ആരംഭിക്കുന്ന സമയത്താണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന കാലയളവിലാണ് പ്രജനന പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് നടക്കുന്നത്. ഈ സമയത്ത് ഉയർന്ന ഈർപ്പം നിലയും സ്ഥിരമായിട്ടുള്ള മഴയും മുട്ടകൾക്കും ടാങ്ക് ബോളുകൾക്കും അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. മഴയുടെ തോത് കുറയുന്ന വർഷങ്ങളിൽ പ്രജനന പ്രവർത്തനങ്ങൾ കുറയുന്നതായിട്ട് പ്രജനനകാലത്ത് ആൺ ഗാലക്സി തവളകൾ മൃദുവായെങ്കിലും ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിപ്പിച്ച് പെൺതവളകളെ ആകർഷിക്കുന്നുണ്ട്. ഈ ശബ്ദങ്ങൾ സാധാരണയായിട്ട് ഇലക്കൂട്ടത്തിനടിയിലോ മണ്ണിലടിയിലോ നിന്നാണ് കേൾക്കുന്നത്. ശബ്ദം പുറപ്പെടുമ്പോൾ ആൺതവളകളുടെ വോക്കൽ സാക്ക് അല്പം വീർക്കുന്നുണ്ടായിരിക്കും. ഇത്തരം ശബ്ദങ്ങൾ അടുത്തടുത്തുള്ള തവളകൾക്ക് മാത്രമേ കേൾക്കാനാവൂ. ഇത് ശത്രുക്കളുടെ ശ്രദ്ധ ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കുന്നു. പെൺതവള ആൺതവളയുടെ ശബ്ദത്തിന് പ്രതികരിക്കുമ്പോൾ ആംപ്ലക്സസ് എന്ന നിലയിലാണ് സ്വഭോഗം നടത്തുന്നത്. ആൺതവള പെൺതവളയുടെ മുൻഭാഗത്ത് പിടിച്ചുകൊണ്ട് മുട്ടയിടൽ നടക്കും. ഈ പ്രക്രിയ സാധാരണയായിട്ട് രാത്രി സമയത്താണ് നടത്തുന്നത്. ഗാലക്സി തവളകളുടെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള സവിശേഷത ഒന്നാണ് അവയുടെ മുട്ടയിടൽ സ്ഥലം. ഇവ സാധാരണയായിട്ട് തുറന്ന ജലാശയങ്ങളിൽ മുട്ടയിടുന്നില്ല. പകരം ഈർപ്പമുള്ള മണ്ണിനടിയിൽ, ഇലക്കൂട്ടത്തിനടിയിൽ, ചീഞ്ഞ മരക്കഷ്ണങ്ങളുടെ അടിയിൽ എന്നിവിടങ്ങളാണ് ഇവ മുട്ടയിടുന്നത്. മുട്ടകൾ ചെറുതും സുതാര്യവുമായിട്ടുള്ള ജെല്ലിപ്പാളിയാൽ പൊതിഞ്ഞതായിരിക്കും. ഇവയുടെ മുട്ടകൾ നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട സ്ഥലങ്ങളിലാണ് വളരുന്നത്. മണ്ണിൻ്റെയും ഇലകളുടെയും ഈർപ്പം മുട്ടകൾ ഉണങ്ങിപ്പോകുന്നത് തടയുന്നുണ്ട്. ചില ഇനങ്ങളിൽ ചുരുങ്ങിയ കാലയളവിൽ നേരിട്ടുള്ള വളർച്ച, അതായത് ഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമെന്ന് ശാസ്ത്രജ്ഞന്മാർ കരുതപ്പെടുന്നുണ്ട്. അതായത് വ്യക്തമായിട്ടുള്ള ജല ടാഡ്പോൾ ഘട്ടമില്ലാതെ കുഞ്ഞു തവളകൾ രൂപപ്പെടുന്നു. ഈ സവിശേഷത ജലാശയങ്ങളെ ആശ്രയിക്കേണ്ടതില്ലാത്ത ഒരു പ്രജനന തന്ത്രമാണ്. മുട്ടകൾ വിരിഞ്ഞ ശേഷം കുഞ്ഞു തവളകൾ വളരെ ചെറുതും ദുർബലവുമായിരിക്കും. ഇവ ഇലക്കൂട്ടത്തിനടിയിൽ തന്നെ തുടരുകയും ചെറുകിടങ്ങളെ ഭക്ഷണമാക്കുകയും ചെയ്യുന്നു. ആദ്യഘട്ടത്തിൽ ഉയർന്ന ഈർപ്പനില നിലനിർത്തുന്നത് കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിർണായകമാണ്. ഗാലക്സി തവളകളുടെ പ്രജനനം ഇന്ന് വലിയ ഭീഷണികളാണ്. വനത്തറയിലെ ഇലക്കൂട്ടം നീക്കം ചെയ്യൽ, റോഡ് നിർമ്മാണം, ഖനനവും ഫോട്ടോഗ്രാഫി, ടൂറിസം മൂലമുള്ള മണ്ണ് ചവിട്ടൽ, കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള മഴക്കുറവ് ഇവയെല്ലാം മുട്ടയുടെ സ്ഥലങ്ങൾ നശിപ്പിക്കുകയും പ്രജനന വിജയം കുറയുകയും ചെയ്യുന്നുണ്ട്. ഗാലക്സി തവളകളുടെ പ്രജനനം വിജയകരമാക്കാൻ വേണ്ടി വനത്തറയുടെ സ്വാഭാവിക ഘടന സംരക്ഷിക്കണം. മൺസൂൺ കാലത്ത് മനുഷ്യ ഇടപെടൽ കുറയ്ക്കണം. മൈക്രോ ആവാസ വ്യവസ്ഥകൾ അശുദ്ധമാകാതിരിക്കണം. ഇവ പാലിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഈ അപൂർവ ജീവിയുടെ തുടർച്ച ഉറപ്പാക്കാൻ വേണ്ടി കഴിയുക. സമഗ്രമായി പറയുകയാണെങ്കിൽ പശ്ചിമഘട്ടത്തിലെ ഗാലക്സി തവളകളുടെ പ്രജനനം മൺസൂൺ മഴയും ഈർപ്പമുള്ള വനത്തറയും ആശ്രയിച്ചിട്ടുള്ള ഒരു സൂക്ഷ്മ പ്രക്രിയയാണ്. ഈ പ്രക്രിയ തകരുമ്പോൾ ചെറുതും അപൂർവമായിട്ടുള്ള ജീവികളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. ഇനി ഇവിടെ ലൈഫ് സ്പാനുമായിട്ട് ബന്ധപ്പെട്ട ആയുസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പശ്ചിമഘട്ടത്തിലെ ഈർപ്പമുള്ള വനങ്ങളിൽ ജീവിക്കുന്ന ഗാലക്സി തവളകൾ വളരെ ചെറുപ്പ വലിപ്പമുള്ളതും രഹസ്യ ജീവിതം നയിക്കുന്നതുമായിട്ടുള്ള ആംബിയന്മാരാണ്. ഇവയുടെ ആയുസ്സിനെ കുറിച്ചുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോഴും പരിമിതമാണെങ്കിലും ലഭ്യമായ പഠനങ്ങളും സമാന ഇനങ്ങളുടെ താരതമ്യങ്ങളും അടിസ്ഥാനപ്പെടുത്തി ഇവിടെ ജീവിതകാലത്തെപ്പറ്റി ഒരു വ്യക്തമായിട്ടുള്ള ധാരണ രൂപപ്പെടുത്താൻ വേണ്ടി നമുക്ക് കഴിയും. ഗാലക്സി തവളകളുടെ ശരാശരി ആയുസ് 3 മുതൽ 5 വർഷം വരെ ആയിരിക്കുമെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ കണക്കുകൂട്ടൽ. ചെറുതവളകളിൽ സാധാരണയായിട്ട് കാണുന്ന കുറഞ്ഞ ആയുസാണ് ഇവയ്ക്കും. ഉയർന്ന ശത്രു സമ്മർദ്ദം, സൂക്ഷ്മ ആവാസ വ്യവസ്ഥയും ഇവിടെ ജീവിതകാലത്തെ പരിമിതപ്പെടുത്തുന്നുണ്ട്. ഗാലക്സി തവളകളുടെ ആയുസ് പല ഘട്ടങ്ങളിൽ ആശ്രയിച്ചാണ് നിശ്ചയിക്കപ്പെടുന്നത്. 1 ആവാസ വ്യവസ്ഥയുടെ ഗുണനിലവാരമാണ്. 2 കാലാവസ്ഥയും മഴയും. 3 ഭക്ഷണ ലഭ്യത. 4 ശത്രുക്കൾ. ഗാലക്സി തവളകളുടെ ജീവിതം സാധാരണയായിട്ട് മുട്ടഘട്ടം, കുഞ്ഞു തവളയുടെ ഘട്ടം, യൗവനഘട്ടം, പ്രായപൂർത്തിയായ ഘട്ടം തുടങ്ങിയ ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇതിൽ മുട്ടഘട്ടം എന്ന് പറയുന്നത് ഈർപ്പമുള്ള മണ്ണിനടിയിലായിരിക്കും ഇവ മുട്ടയിടുന്നത്. രണ്ടാമത് കുഞ്ഞുതവളഘട്ടമാണ്. അത്യന്തം ദുർബലവും ഉയർന്ന മരണനിരക്കുമുള്ള കാലഘട്ടമായിരിക്കും കുഞ്ഞുതവളഘട്ടം.
മൂന്നാമത് യൗവനഘട്ടമായിരിക്കും. ഈ വളർച്ചയും ലൈംഗിക പക്വതയുള്ള ഒരു ഘട്ടമായിരിക്കും ഇത്. പ്രായപൂർത്തിയായ ഘട്ടമെന്ന് പറയുന്നത് പ്രജനനത്തിൽ പങ്കാളിത്തമാകുന്ന ഘട്ടമാണ്. ഈ ഘട്ടങ്ങളിൽ കുഞ്ഞിത്തവള ഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുന്നത്. ഇത് ശരാശരി ആയുസ്സിനെ കുറയ്ക്കുന്നുണ്ട്. മനുഷ്യപ്രവർത്തനങ്ങൾ ഗാലക്സി തവളകളുടെ ആയുസ്സിനെ ഗുരുതരമായിട്ട് ബാധിക്കുന്നുണ്ട്. വനനശീകരണം, റോഡ് നിർമ്മാണം, കീടനാശിനികളുടെ ഉപയോഗം, ഫോട്ടോഗ്രാഫി, ടൂറിസം പോലുള്ള മണ്ണിടിച്ചിൽ ഇവയെല്ലാം മരണനിരക്ക് വർദ്ധിപ്പിക്കുകയും ദീർഘായുസിന്റെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഗാലക്സി തവളകൾക്ക് സ്വാഭാവികമായി തന്നെ കുറഞ്ഞ ആയുസ് ഉള്ളതിനാൽ ഓരോ പ്രജനനകാലവും ഇവയുടെ ജനസംഖ്യ നിലനിർത്താൻ അത്യന്തം പ്രധാനമാണ്. ആവാസ വ്യവസ്ഥ സംരക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവ ഒരു പ്രദേശത്ത് നിന്ന് പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമാകാൻ വേണ്ടി സാധ്യതയുണ്ട്. സമഗ്രമായി പറഞ്ഞാൽ പശ്ചിമഘട്ടത്തിലെ ഗാലക്സി തവളകളുടെ ആയുസ് ചെറുതായിരുന്നാലും ഇത് പരിസ്ഥിതിയുടെ ആരോഗ്യത്തെ നേരിട്ട് പ്രതിഫലിപ്പിക്കുന്നതാണ്. ഈർപ്പമുള്ള വനത്തറയും സമൃദ്ധമായിട്ടുള്ള ചെറുകിട ജീവിതവും നിലനിർത്തിയാൽ മാത്രമേ ഈ അപൂർവ തവളകൾ അവയുടെ പൂർണ്ണ ആയുസ്സിൽ ജീവിക്കാൻ വേണ്ടി കഴിയൂ. ഇനി ഇവയുടെ ഭീഷണികളും ശത്രുക്കളെയും പറ്റി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പശ്ചിമഘട്ടത്തിലുള്ള ഈർപ്പമുള്ള വനങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ഗാലക്സി തവളകൾ അത്യന്തം ചെറുവലിപ്പവും സൂക്ഷ്മ ആവാസവ്യവസ്ഥയും ഉള്ളതിനാൽ തന്നെ നിരവധി സ്വാഭാവികവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള ഭീഷണികൾക്ക് വിധേയമാണ്. ഇവയുടെ ജനസംഖ്യ കുറയുന്നതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങളും ശത്രുക്കളും മനസ്സിലാക്കുന്നത് സംരക്ഷണത്തിന് അനിവാര്യമാണ്. ഇവിടെ സ്വാഭാവിക ശത്രുക്കളെ പറ്റി പറയുകയാണെങ്കിൽ ഗാലക്സി തവളകൾ ഭക്ഷ്യശൃംഖലയിൽ താഴ്ന്ന ഘട്ടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ പല ജീവികളും ഇവ ഇരയാക്കുന്നത്. ഒന്നാമതായി ചെറുപാമ്പുകളാണ്. വനത്തറയിൽ ജീവിക്കുന്ന ചെറുവലുപ്പമുള്ള പാമ്പുകൾ ഗാലക്സി തവളകളുടെ പ്രധാന ശത്രുക്കളാണ്. ഇലക്കോട്ടത്തിനടിയിലൂടെ സഞ്ചരിക്കുന്ന പാമ്പുകൾ ഇവയെ എളുപ്പത്തിൽ കണ്ടെത്തുന്നു. രണ്ട് പക്ഷികളാണ്. ചില ഭൂജീവി പക്ഷികൾ, അതായത് ഗ്രാൻഡ് ഫീറ്റഡ് ബേഡ്സ് രാത്രി വൈകുന്നേരങ്ങളിലോ പുലർച്ചെയൊക്കെ സജീവമാകുമ്പോൾ തവളകളെ പിടികൂടും. മൂന്നാമതായി വണ്ടുകളും മറ്റ് ആർത്തോപോഡുകളുമാണ്. വലിയ വണ്ടുകൾ, ചില ചിലന്തികൾ, സെന്റിപീഡുകൾ എന്നിവ കുഞ്ഞു തവളകളെയും മുട്ടകളെയും ഇരയാക്കുന്നുണ്ട്. നാലാമതായി മറ്റ് ആംബിബിയന്മാരും ഉരകങ്ങളുമാണ്. ചില വലുതായിട്ടുള്ള തവളകളും പല്ലികളുമാണ് ഗാലക്സി തവളകളുടെ മറ്റൊരു സ്വാഭാവികമായിട്ടുള്ള ശത്രു. സ്വാഭാവികമായ ശത്രുക്കളെക്കാൾ അപകടകരമായിട്ടുള്ള ഭീഷണികളാണ് ഇത് ഗാലക്സി തവളകൾ നേരിടുന്നത്. അതൊന്നാമത് ആവാസ വ്യവസ്ഥയിലെ നാശമാണ്. രണ്ടാമത് ഫോട്ടോഗ്രാഫി, ടൂറിസമാണ്. മൂന്നാമത് കീടനാശിനികളും രാസവസ്തുക്കളുമാണ്. നാലാമത് കാലാവസ്ഥാ വ്യതിയാനമാണ്. പിന്നീട് രോഗങ്ങളാണ്. ഇങ്ങനെയുള്ള ഭീഷണികളുടെ സംയോജിത ഫലമനുസരിച്ച് ഇവയുടെ പ്രജനന വിജയം കുറയുന്നു. കുഞ്ഞു തവളകൾ ജീവിച്ചിരിക്കാനുള്ള സാധ്യത കുറയുന്നു. ചെറിയ ജനസംഖ്യകൾ പെട്ടെന്ന് ഇല്ലാതാകുന്നു. ഇതെല്ലാം ചേർന്ന് ചില പ്രദേശങ്ങളിൽ ഗാലക്സി തവളകൾ പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമാകാൻ ഇടയാകുന്നുണ്ട്. ഗാലക്സി തവളകൾ പോലുള്ള ചെറുജീവികൾ സൂചനാജീവികൾ, അതായത് ഇൻഡിക്കേറ്റർ സ്പീഷീസ് ആയിട്ടാണ് ശാസ്ത്രജ്ഞന്മാർ കരുതപ്പെടുന്നത്. ഇവയുടെ കുറവ് വനപരിസ്ഥിതിയുടെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുടെ മുന്നറിയിപ്പാണ്. സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള നടപടികൾ എന്ന് പറയുമ്പോൾ വനത്തറയുടെ സ്വാഭാവിക ഘടന സംരക്ഷിക്കൽ, ടൂറിസം നിയന്ത്രിതം, രാസവസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കൽ, ദീർഘകാല നിരീക്ഷണ പഠനങ്ങൾ എന്നിവയൊക്കെയാണ്. സമഗ്രമായി പറഞ്ഞാൽ പശ്ചിമഘട്ടത്തിലെ ഗാലക്സി തവളകൾ നേരിടുന്ന ഭീഷണികളും ശത്രുക്കളും സ്വാഭാവികതയേക്കാൾ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഇടപെടലുകളാണ് കൂടുതലായിട്ട് കേന്ദ്രീകരിക്കുന്നത്. ഈ ഭീഷണികൾ നിയന്ത്രിക്കപ്പെടുന്നില്ലെങ്കിൽ ഈ അപൂർവവും സൂക്ഷ്മവുമായിട്ടുള്ള ജീവികൾ നമ്മുടെ വനങ്ങളിൽ നിന്ന് ശാശ്വതമായിട്ട് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇവിടെ സംരക്ഷണ നിലയുമായിട്ട് ബന്ധപ്പെട്ട് കൺസർവേഷൻ സ്റ്റാറ്റസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പശ്ചിമഘട്ടത്തിലെ ഈർപ്പമുള്ള വനങ്ങളിൽ മാത്രം കണ്ടെത്തപ്പെടുന്ന ഗാലക്സി തവളകൾ അത്യന്തം അപൂർവവും സൂക്ഷ്മ ആവാസ വ്യവസ്ഥയെ ആശ്രയിച്ചുള്ളതുമായിട്ടുള്ള ആംബിബിയന്മാരാണ്. ഇവയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനങ്ങൾ ഇപ്പോഴും തുടക്കഘട്ടത്തിലായതിനാൽ തന്നെ അവയുടെ സംരക്ഷണ നില, അതായത് കൺസർവേഷൻ സ്റ്റാറ്റസ് പ്രത്യേക ശ്രദ്ധ ആവശ്യപ്പെടുന്ന വിഷയമാണ്. ഗാലക്സി തവളകൾ ഉൾപ്പെടുന്ന ചില ഇനങ്ങളെ സംബന്ധിച്ച് IUCN, അതായത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ പട്ടികയിൽ ഡാറ്റ ഡെഫിഷ്യന്റ് അല്ലെങ്കിൽ നോട്ട് ഇവാലുവേറ്റഡ് എന്ന നിലയിലാണ് പലപ്പോഴും പരിഗണിക്കപ്പെടുന്നത്. ഇത് ഇവയ്ക്ക് ഭീഷണികളില്ല എന്നല്ല, മറിച്ച് പര്യാപ്തമായിട്ടുള്ള ശാസ്ത്രീയ വിവരങ്ങളുടെ അഭാവം മൂലമാണ് വ്യക്തമായിട്ടുള്ള വർഗീകരണം സാധ്യമാകാത്തത്. ഗാലക്സി തവളകൾ പശ്ചിമഘട്ടത്തിൽ മാത്രം പ്രത്യക്ഷമാവുന്ന ഒരു എൻഡമിക് ആയിട്ടുള്ള ജീവികളാണ്. ഒരു ചെറിയ ഭൂമിശാസ്ത്ര പ്രദേശത്ത് മാത്രം സാന്നിധ്യമുള്ളതിനാൽ തന്നെ ആവാസ വ്യവസ്ഥയിലെ ചെറിയ മാറ്റം പോലും ഇവയുടെ ജനസംഖ്യയെ ഗുരുതരമായിട്ട് ബാധിക്കുന്നു. ഈ എൻഡമിക് സ്വഭാവം തന്നെയാണ് ഇവയെ ഉയർന്ന സംരക്ഷണ മുൻഗണനയുള്ള ജീവികളാക്കുന്നത്. ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ പ്രകാരം ഗാലക്സി തവളകളുടെ ജനസംഖ്യ വളരെ ചെറുതാണ്. ചില പ്രദേശങ്ങളിൽ ഒരിക്കൽ കണ്ടെത്തിയ ഇനങ്ങൾ പിന്നീട് നടത്തിയ സർവേകളിൽ കണ്ടെത്താനാവാത്തത് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് ആവാസ വ്യവസ്ഥയുടെ നാശം മൂലമുള്ള പ്രാദേശിക വംശത്തിന്റെ സൂചനയായിട്ട് ശാസ്ത്രജ്ഞന്മാർ കരുതുന്നുണ്ട്. സംഗ്രഹമായി പറഞ്ഞാൽ പശ്ചിമഘട്ടത്തിലെ ഗാലക്സി തവളകളുടെ സംരക്ഷണ നില ഔദ്യോഗികമായി വ്യക്തമായിട്ടില്ലെങ്കിലും ഇവ ഉയർന്ന അപകട സാധ്യതയുള്ള ജീവികളാണെന്നതിൽ സംശയമില്ല. ആവാസ വ്യവസ്ഥ സംരക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ ഈ അപൂർവ തവളകൾ നിശബ്ദമായി നമ്മുടെ വനങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
ഇനി ഇവയുടെ ചരിത്രവും കൗതുകകരമായിട്ടുള്ള വസ്തുക്കളെപ്പറ്റി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പശ്ചിമഘട്ടം ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും ജൈവവൈവിധ്യം നിറഞ്ഞതുമായിട്ടുള്ള മലനിരകളാണ്. ഈ മലനിരകളിലെ ഈർപ്പമുള്ള വനത്തറയിൽ ഒളിഞ്ഞു കിടക്കുന്ന അപൂർവ ആംബിബിയന്മാരിൽ പ്രത്യേക സ്ഥാനമാണ് ഗാലക്സി തവളകൾ കൈവരിച്ചിരിക്കുന്നത്. ഇവയുടെ കണ്ടെത്തൽ ചരിത്രവും അപൂർവ സവിശേഷതകളും ശാസ്ത്രലോകത്തിനും പ്രകൃതി പ്രേമികൾക്കും ഒരുപോലെ തന്നെ കൗതുകം നൽകുന്നതാണ്. ഗാലക്സി തവളകൾ ശാസ്ത്രലോകത്തിന് പരിചയമായത് 21ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും മധ്യകാലഘട്ടത്തിലും നടത്തിയ വിശദമായിട്ടുള്ള ഫീൽഡ് സർവേകളിലൂടെയാണ്. പശ്ചിമഘട്ടത്തിലെ മധ്യവും തെക്കൻ ഭാഗത്തിലുമുള്ള ഈർപ്പമുള്ള വനങ്ങളിൽ നടത്തിയ രാത്രികാല പഠനങ്ങളിലാണ് ഇവ കണ്ടെത്തപ്പെട്ടത്. അത്യന്തം ചെറുവലിപ്പവും മറഞ്ഞു നിൽക്കുന്നതുമായിട്ടുള്ള സ്വഭാവം കാരണം ഇവ വർഷങ്ങളോളം ശ്രദ്ധയിൽപ്പെടാതെ തുടരുകയായിരുന്നു. ഇത് പശ്ചിമഘട്ടത്തിൽ ഇന്നും കണ്ടെത്തപ്പെടാത്ത നിരവധി ജീവികൾ ഉണ്ടാകാമെന്നതിന് ശക്തമായിട്ടുള്ള തെളിവായി കണക്കാക്കപ്പെടുന്നു. ഗാലക്സി തവളകൾക്ക് ഈ പേര് ലഭിച്ചത് അവരുടെ ശരീരത്തിലെ അപൂർവ പുള്ളിപ്പാറ്റേൺ മൂലമാണ്. ഇരുണ്ട പശ്ചാത്തലത്തിൽ നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങുന്ന വെളുത്തതോ നീല ചായയുള്ള ചെറുപുള്ളികൾ ഇത് രാത്രികാലത്തിലെ ഗാലക്സിയെ ഓർമ്മിക്കുന്നതിലാണ് ശാസ്ത്രജ്ഞന്മാർക്ക് ഇവയ്ക്ക് ഗാലക്സി ഫ്രോഗ് എന്ന പേര് ഉപയോഗിച്ചത്. ഗാലക്സി തവളകൾ പശ്ചിമഘട്ടത്തിന്റെ ദീർഘകാല ഭൂമിശാസ്ത്ര ചരിത്രത്തിനോടൊപ്പം പരിണാമം സംഭവിച്ച ജീവികളാണ്. കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഈ മലനിരകളിൽ ഒറ്റപ്പെട്ട ആവാസ വ്യവസ്ഥയിൽ പരിമിതമായിട്ടുള്ള പ്രദേശങ്ങളിൽ ജീവിച്ചാൽ തന്നെ ഇവ എൻഡമിക് സ്വഭാവം നേടിയിട്ടുണ്ട്. വലിയ മൃഗങ്ങളെ അപേക്ഷിച്ച് ചെറു തവളകൾ മണ്ണിനടിയിൽ ജീവിക്കുന്ന ജീവികൾ ഇവ ശാസ്ത്രലോകത്തിന് പലപ്പോഴും വൈകിയാണ് തിരിച്ചറിയപ്പെടുന്നത്. ഗാലക്സി തവളകളുടെ ചരിത്രം അതിന് മികച്ച ഉദാഹരണമാണ്. നമ്മുടെ കണ്ണിന് മുന്നിൽ തന്നെ ജീവിച്ചിരിക്കുന്ന ഒരു ജീവി നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് രേഖപ്പെടുത്തിയെന്നത് കൗതുകകരമായിട്ടുള്ള ഒരു വസ്തുത തന്നെയാണ്. ഇവയെ സംബന്ധിച്ച് ചരിത്രം പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഗാലക്സി തവളകളുടെ ചരിത്രം നമ്മെ ഒരു കാര്യമാണ് പഠിപ്പിക്കുന്നത്. വലിയ ജീവികൾ മാത്രമല്ല, ചെറുതും മറഞ്ഞു നിൽക്കുന്നതുമായിട്ടുള്ള ജീവികളാണ് പ്രകൃതിയിലെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നത്. ഇവയെ കണ്ടെത്തുന്നതിന് മുന്നേ അവ നശിച്ചാൽ നമുക്ക് അവയെക്കുറിച്ച് അറിയാൻ പോലും സാധിക്കാതെ വരും. ആഗ്രഹമായി പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമഘട്ടത്തിലെ ഗാലക്സി തവളകളുടെ ചരിത്രം ഒരു കണ്ടെത്തലിന്റെ കഥ മാത്രമല്ല, മറിച്ച് പ്രകൃതിയുടെ മറഞ്ഞു നിൽക്കുന്ന സമ്പത്ത്, മനുഷ്യന്റെ അറിവിന്റെ പരിമിതികൾ, സംരക്ഷണത്തിന്റെ അടിയന്തരത എന്നിവ ഓർമ്മിക്കുന്ന ഒരു കഥയാണ്. ഈ ചെറുതും നക്ഷത്ര സമാനമായിട്ട് തിളങ്ങുന്ന തവളകൾ നിലനിൽക്കുമ്പോഴാണ് പശ്ചിമഘട്ടത്തിന്റെ യഥാർത്ഥ മഹത്വം പൂർണ്ണമാകുന്നത്. അപൂർണവും സൂക്ഷ്മമായിട്ടുള്ള ഈ തവളകൾ ഇപ്പോഴും അന്തരീക്ഷ ജൈവ വൈവിധ്യത്തിൻ്റെ സുപ്രധാനമായിട്ടുള്ള ഘടകമാണ്. പക്ഷേ ഏറ്റവും പുതിയ ഗവേഷണ റിപ്പോർട്ടുകളും വാർത്തകളും ഈ തവളകളുടെ ജൈവ വൈവിധ്യം, ആവാസ വ്യവസ്ഥ, മനുഷ്യ ഇടപെടലിന്റെ പ്രത്യാഘാതം എന്നിവയെക്കുറിച്ച് എത്രത്തോളം അധികം നിരീക്ഷണവും പരിരക്ഷണ ശ്രമങ്ങളും ആവശ്യമാണെന്ന് തെളിയിക്കുന്നവയാണ്. ഗാലക്സി തവളകൾ എന്ന ചെറിയ ജീവിയുടെ കഥ നമ്മൾ ഒരു വലിയ പാഠത്തിലേക്ക് നയിക്കുന്നുണ്ട്. പ്രകൃതിയെ സുരക്ഷിതമാക്കാൻ ഓരോ മനുഷ്യനും ഉത്തരവാദിത്തം വേണമെന്നാണ് ആ പാഠം. ഇതാണ് നമ്മുടെ വെസ്റ്റേൺ ഗൾസിലെ ഗാലക്സി ഫ്രോഗ്സിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ. ഇനി അടുത്ത ജീവിയുടെ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.